ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മു വ്ളോഗ്സ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന സാക്ഷാൽ മൈസൂരിലാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു അത്ഭുത ലോകമാണ് ചരിത്രത്തിൻ്റെ പ്രൗഢി വിളിച്ചോന്ന് സാക്ഷാൽ മൈസൂർ പാലസ് അഥവാ ആംബ വിലാസ് പാലസ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു പാലസാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നേർക്കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലും ഒക്കെ നടക്കാം. അങ്ങനെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു മൈസൂർ പാലസിൻ്റെ നല്ലൊരു വിഷ്വൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കൊട്ടാരം വടയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു. അപ്പം അവർ തന്നെയാണ് മൈസൂർ ഭരിച്ചിരുന്നത്. അപ്പോൾ തുടർന്ന് ഇത് മൈസൂർ പാലസ് എന്ന പേരിലാക്കി. അപ്പം ഇപ്പോൾ ഈ കാണുന്ന കൊട്ടാരം പണിതത് 1897 തീപിടുത്തത്തിൽ നശിച്ച പഴയ കൊട്ടാരത്തിന് പകരമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം 1912 പൂർത്തിയായത്. അപ്പോൾ ഇംഗ്ലീഷ് ആർക്കിടെക്ടറായ ഹെൻറി ഇൻവിനാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഈ ഒരു കൊട്ടാരത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഇൻഡോസെറസിക് ആണ്. അതായത് ഹിന്ദു, മുഗൾ, രജപുത്ര, ഗോതിക തുടങ്ങിയ വിദ്യകളെല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു സംയോജനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുള്ള ആ ഒരു വരാന്തയിൽ നിന്നുമുള്ള ആ ഒരു കാഴ്ചയാണ്. ഇപ്പോൾ പൂന്തോട്ടങ്ങളും ഉദ്യാനങ്ങളും ആ ഒരു മുന്നിലുള്ള ലൈറ്റുകളും പഴയ പോസ്റ്റുകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിലേക്ക് ശരിക്കും നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അനുവാദം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ കണ്ട കാഴ്ചകളിലെ ചെറിയ രീതിയിൽ ഞാൻ പകർത്തിയ വിഷ്വൽസാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വീഡിയോയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞാൽ ശരിക്കും കണ്ണിനെ ഇങ്ങനെ വരുന്ന കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ പടിക്കെട്ടുകളുടെ ഇട സൈഡിലായിട്ട് ഇങ്ങനെ നിരന്നിരിക്കുന്ന പഴയകാല വാഹനങ്ങളുടെ അവശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് ഇതിന് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോംബെ തൊട്ടി അഥവാ പാവകളുടെ മണ്ഡപം എന്ന് പറയും. അപ്പോൾ പ്രവേശന കവാടത്തിലുള്ള ഈ ഒരു ഭാഗത്ത് പാവകളുടെ വലിയൊരു ശേഖരണം തന്നെയുണ്ട്. തൊട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പഴയകാല വാസ്തു ശൈലിയുടെ ആ ഒരു സൗന്ദര്യത്തിനൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സൈഡിലെ ചില്ലുകൂട്ടിൽ പഴയകാല ആയുധങ്ങളും പഴയകാല തേരുകളും പഴയകാല സാധന സാമഗ്രികളും ഒക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഒരു കൊട്ടാരത്തിൽ. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് വളരെ സേഫായിട്ട് ആ ഒരു ക്യൂവിലൂടെ മറ്റ് കാഴ്ചക്കാർക്കൊപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വാതിൽ അല്ലെങ്കിൽ ഈ ഒരു മെയിൻ കവാടം നാലായിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു കൊട്ടാരത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആ ഒരു വിഷ്വലാണിത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണമാണ് കല്യാണ മണ്ഡപം എന്ന് പറയുന്നത്. അപ്പം വർണ്ണാഭമായ ചില്ലുപാളികളോടും അല്ലെങ്കിൽ ഡോമൻ സീലിംഗ് എന്നൊക്കെ പറയാം. അതായത് കമാനമുള്ള മേൽക്കൂര, മയിൽ രൂപത്തിലുള്ള ഡിസൈനുകളും എല്ലാം ഇതിനെ അതിമനോഹരമാക്കുന്നുണ്ട്. രാജകീയ വിവാഹ ചടങ്ങുകളെല്ലാം ഇവിടെ വെച്ചാണ് നടക്കുന്നത്. അപ്പം അതുപോലെ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദർബാർ ഹാൾ കാണാൻ സാധിക്കും. അപ്പം രാജാവ് പ്രജകളെ കാണാൻ ഉപയോഗിക്കുന്ന ദർബാർ ഹാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഭിത്തിയിൽ കാണുന്ന ഒരു പഴയ കാല പരേഡുകളുടെയൊക്കെ ഫോട്ടോസും ചുമർ ചിത്രങ്ങളും എല്ലാം കലാകാരന്മാർ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തൂണുകളിലും മേൽക്കൂരകളിലൊക്കെ കൊത്തുപണികളും ചിത്രപ്പണികളും എല്ലാം അന്നത്തെ ആ രാജകീയ പ്രൗഢി നമുക്ക് നേരിട്ട് മനസ്സിലാക്കി തരും ഈ ഒരു കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അപ്പം ഈ ഒരു കൊട്ടാര ഭംഗിക്കൊപ്പം പഴയകാല ചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും ഇവിടുത്തെ രാജവംശത്തിലുള്ള പെട്ടിരുന്ന പല ആളുകളുടെയും റാണിമാരുടെയും എല്ലാവരുടെയും ഫോട്ടോസും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അവരുടെ ലോക്കറുകൾ, അവരുടെ ആ നിധികൾ ശേഖരിച്ചു വെക്കുന്ന ലോക്കറുകൾ എല്ലാം ഇവിടെ വളരെ ഒരു അത്ഭുതകരമായി ചില്ലുകൂട്ടിൽ ഇവർ ഒരു കേടും വരാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ കൊട്ടാരത്തിൽ നേർക്കാഴ്ചകളും ഈ വാസ്തുശാലവിദ്യയും കൊട്ടാരത്തിൻ്റെ പ്രൗഢിയും പഴയ ചരിത്രവും എല്ലാം മനസ്സിലാക്കി തരുന്ന ഈ ഒരു വീഥികൾ, കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വീഥികൾ ഒരിക്കൽ കൂടി നമ്മളെ ഈ ഒരു കൊട്ടാരത്തിലേക്ക് മാറി വിളിക്കും. സോ അതുപോലെ തന്നെ ലൈഫിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണിത്. അപ്പോൾ മൈസൂർ പാലസ് ഈസ് എ കിങ്ഡം ഓഫ് ഹെവൻ. സോ താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും തിരിച്ചു വരും. താങ്ക് യു സോ മച്ച്.